നമ്മുടെ ഈ ഹിക് കണക്റ്റ് എന്നുള്ള ഒരു ആപ്പിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാനിതിലൂടെ ഒരു സാധാരണ യൂസർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത്. അല്ലാതെ എല്ലാ സെറ്റിങ്സും എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഹിക് കണക്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹിക് കണക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് വെച്ചാൽ ഒരു 8 ചാനൽ DVR ആണ് കേട്ടോ. ഒരു പഴയ ഒരു DVR ആണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ 8 ക്യാമറകൾ, 8 ഏകദേശം 7 ക്യാമറകളാണ് ഈ ഒരു DVRലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വെച്ചാൽ ഹോം എന്നുള്ള വിൻഡോയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹോമിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഹോം എന്നുള്ള വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു DVR കാണുന്നത്. ഇതിപ്പോൾ എത്ര DVR ഉണ്ടെങ്കിലും അതെല്ലാം ഇങ്ങനെ താഴെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാമറകൾ ഈ ഒരു വ്യൂയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്യാമറകളും ഒറ്റയടിക്ക് ഒരൊറ്റ സ്ക്രീനിലേക്ക് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയും. ഇനി ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് ലൈവ് വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ക്യാമറകളെല്ലാം തന്നെ ഒറ്റ വിൻഡോയിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു ക്യാമറേനെ മാത്രം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ക്യാമറ മാത്രമായിട്ട് കാണാൻ കഴിയും. ഇനി ആ ഒരു സ്ക്രീൻ ഞാനൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, ഇവിടെ ഫുൾ സ്ക്രീനിലേക്ക് വരും. ഇപ്പം ഞാനിപ്പോൾ ഫുൾ സ്ക്രീനിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കാണാൻ കഴിയും. ഇനി നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആ ഒരു വിൻഡോയിലേക്ക് തന്നെ നമുക്ക് പോകും. പിന്നെ ഈ ഒരു ക്യാമറ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബേസിക് ഉണ്ട്. HD എന്നിട്ടാൽ ഫുൾ HD വ്യൂവിലായിരിക്കും നമുക്ക് വരുന്നത്. ബേസിക് എന്നിട്ട് കഴിഞ്ഞാൽ നോർമൽ വ്യൂവിലായിരിക്കും, അതായത് ഒരു 720p. ഇപ്പോൾ ഞാനീ വെച്ചിരിക്കുന്ന ക്യാമറ ഫുൾ HD റെസൊല്യൂഷൻ തരുന്നതാണ് കേട്ടോ. അതായത് 1080p ഫുൾ HD 2 മെഗാപിക്സൽ ക്യാമറയാണ് ഈ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു വിൻഡോയിൽ കാണാൻ കഴിയുന്നത് വെച്ചാൽ ഇവിടെ ഒരു 3 ഡോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 3 ഡോട്ടുകളിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഷെയർ എന്നുള്ള ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷെയർ വിത്ത് യൂസർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ വിത്ത് സർവീസ് പ്രൊവൈഡർ ഉണ്ട്. ഈ ഷെയർ വിത്ത് സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഗതിയല്ല. നമുക്കിപ്പോൾ ഷെയർ വിത്ത് യൂസറാണുള്ളത്. ഷെയർ വിത്ത് യൂസർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂസർക്ക്, നമുക്കിപ്പോൾ വേറൊരാൾക്ക്, നമ്മുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിനോ നമുക്ക് ഈ ഒരു ക്യാമറ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോടൊരു അക്കൗണ്ട് എടുക്കാൻ പറയുക. അതിനുശേഷം ആ അക്കൗണ്ടിൻ്റെ നമ്പർ അല്ലെങ്കിൽ മെയിൽ ID നമ്മളോട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റിലൂടെ കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് ആ ഒരു ക്യാമറ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വെച്ചാൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനാണ്. സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു DVRൻ്റെ സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. അതിനകത്ത് ലിങ്ക്ഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ക്യാമറകളെ നമുക്ക് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറയുടെ പടത്തിന് നേരെയായിട്ട്, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യാമറയ്ക്ക് നേരെ ഒരു കണ്ണിൻ്റെ ഒരു സിമ്പിളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ നമുക്ക് ആ വ്യൂവിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ക്യാമറ ഹൈഡായി അറിയാതെ പോയ ശേഷം നമ്മൾ ആ ഒരു ക്യാമറ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഈ ഒരു ലിങ്ക്ഡ് ക്യാമറ എന്നുള്ള ഓപ്ഷൻസിൽ മാറിപ്പോയതാകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഓതറൈസേഷൻ സർവീസാണ്. ഓതറൈസേഷൻ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസ് പ്രൊവൈഡർക്ക് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈവ് വ്യൂ, കോൺഫിഗറേഷൻ, പ്ലേ ബാക്ക് ഇതൊക്കെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള വിൻഡോയാണ്. ഇതൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല. പിന്നെ നോട്ടിഫിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഞാനിത് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുവാണ്. നോട്ടിഫിക്കേഷൻസ് നമുക്ക് ചില ആൾക്കാർ പറയും ക്യാമറ വെച്ചിട്ട് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നോട്ടിഫിക്കേഷൻസ് ചിലപ്പോൾ ഡിസേബിൾ ആയി കിടക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഞാനിത് എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോറേജ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പോൾ ഹാർഡ് ഡിസ്ക് നമ്മുടെ വർക്കിംഗ് ആണോ, എങ്ങോട്ടാണ് ഡാറ്റ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറേജ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ വേർഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇമേജ്, വീഡിയോ എൻക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എൻക്രിപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ DDNS കോൺഫിഗറേഷൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ഒരു സാധാരണ ഒരു യൂസറെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യങ്ങളല്ല. പിന്നെ റിമോട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതും നമുക്ക് DDNS കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു DVR നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡിലീറ്റ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ. ഇത്രയാണ് ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള വിൻഡോയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ബട്ടണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളവിടെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് കൊടുത്തേക്കണോണ്ട് മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടുകൾ ഇവിടെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ അലാംസ് ഒക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. പിന്നെ PIR അലാംസ് ഒക്കെ ഇവിടെ വരും. ഫേസ് ഡിറ്റക്ഷൻ അലാംസ് ഇവിടെ വരും. പക്ഷേ ഈ വെച്ചിരിക്കുന്ന ക്യാമറയൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ക്യാമറയാണ് കേട്ടോ. അപ്പോൾ അതിൽ നോർമൽ മോഷൻ ഡിറ്റക്ഷൻ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഹ്യൂമൻ ഡിറ്റക്ഷനോ ഫേസ് ഡിറ്റക്ഷനോ ഒന്നുമല്ല. പിന്നെ നമുക്ക് അപ്പോൾ ഇത് ഭയങ്കര ഒരു ശല്യമായി മാറിയിട്ടുണ്ട്. ഞാനത് വീണ്ടും ആ ഒരു സെറ്റിങ്സിൽ പോയിട്ട് അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് നമ്മുടെ മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ മീ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നെക്സ സിസ്റ്റം എഴുതിയിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പേര് നമുക്ക് നെക്സ സിസ്റ്റം എന്ന് കാണിക്കണം, വേറെ മാറ്റിയിട്ട് വേറെ വല്ല നെയിമും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്കിവിടെ മാറ്റിയിട്ട് ഇവിടെ ആ ടിക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. പിന്നെ നമുക്ക് ഇവിടെ യൂസർ നെയിം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇമെയിൽ ID നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് വെബ് ബ്രൗസർ വഴി ലോഗിൻ ചെയ്തിട്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് റീജിയൻ ഒന്നും ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നതല്ല. പിന്നെ നമ്മുടെ QR കോഡ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളുടെ അക്കൗണ്ടിലോട്ട് ഷെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടക്കും കേട്ടോ. പിന്നെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ പഴയ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ പാസ്വേഡ് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പാസ്വേഡ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടച്ച് ID ഒതൻറ്റിക്കേഷനാണ്. ഈ ടച്ച് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് എന്നോട് പാസ്വേഡോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇതുണ്ടോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്നോട് പാസ്വേഡോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ മീ എന്നുള്ള ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഈ ഒരു സെറ്റിങ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടച്ച് ID ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുത്തു. ഇനി നമ്മളിവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുമെന്ന് വിചാരിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ വെരിഫൈ യുവർ ഫിംഗർ പ്രിൻ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻറ്റ് വെരിഫൈ ചെയ്തു. അപ്പോഴാണ് നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാൻ കഴിയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പാസ്വേഡ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ ആ ഒരു പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഞാൻ മാറ്റിക്കളഞ്ഞുകൊണ്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഒന്നും കൂടെ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ കാണുന്നത് വെച്ചാൽ പിക്ചർ ആൻഡ് വീഡിയോസ് എന്ന ഓപ്ഷനാണ്. ഈ പിക്ചർ ആൻഡ് വീഡിയോസ് എന്ന ഓപ്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറയുടെ വ്യൂ എടുത്തെന്ന് വിചാരിക്കും. സപ്പോസ് ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ വ്യൂ എടുത്തു. ഈ ഒരു ക്യാമറയുടെ വ്യൂ എടുത്തു കഴിയുമ്പോൾ ആ ക്യാമറയുടെ വ്യൂവിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു പിക്ചർ എടുക്കാനും അതുപോലെ തന്നെ ഒരു റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ എടുത്ത് കണ്ടോ. അപ്പോൾ ആ ഒരു പിക്ചർ ശരിക്കും നമ്മുടെ ഫോണിലേക്ക് സേവായി. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന സിമ്പലിൽ ഞാൻ പ്രസ് ചെയ്ത സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ആ ഒരു വീഡിയോ റെക്കോർഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളെല്ലാം പോയിട്ട് സേവ് ആകുന്നത് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലേക്കാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന മീ എന്നൊരു ഓപ്ഷനിൽ ചെല്ലുമ്പോൾ പിക്ചർ ആൻഡ് വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആ എടുത്ത ഫോട്ടോയും ഉണ്ട്, ആ വീഡിയോയും ഉണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ കുറച്ച് നാൾ മുമ്പ് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ തത്സമയം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഷെയർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, പ്ലേ ചെയ്യാം, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ ഈ ഒരു വീഡിയോയോ പിക്ചറൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മാനേജ് ഷെയറിങ് സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ക്യാമറ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കൊടുത്തേക്കുന്നതാണ് സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനതിൽ നമുക്ക് ഒരു സാധാരണ യൂസർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സോഫ്റ്റ്, ഇൻറ്റൻസ് ഇങ്ങനെ രണ്ട് രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ ആംബുലൻസ് ഒക്കെ പോകുന്ന രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻറ്റൻസ് വോയിസിലേക്ക് ഇടാൻ പറ്റും. ഇനിയിപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നുള്ള വോയിസിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു സാധാരണ സൗണ്ടായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വോയിസ് പ്രോംപ്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എനേബിൾ ചെയ്യാം. അതേപോലെ തന്നെ വരുന്നത് പിന്നെ ഓട്ടോ റിസീവ് അലാം ആഫ്റ്റർ പവർ ഓൺ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാമറയിൽ നമ്മൾ മോഷൻ ഡിറ്റക്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ക്യാമറ അൺഫോർച്ചുനേറ്റ്ലി ഓഫായിരുന്നു. അതായത് ക്യാമറ ഓൺലൈൻ ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും പഴയ നോട്ടിഫിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എനേബിൾ ചെയ്തിടാവുന്നതാണ്. പിന്നെ കസ്റ്റം ഓഡിയോ മാനേജർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് കൂടെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ഓപ്ഷനാണ് ഇവിടെ ടാബ്ലറ്റ് മോഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഓപ്ഷൻ കേട്ടോ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ടാബിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ആൻഡ്രോയിഡ് ടാബിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കൊടുത്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൻ്റെ അടിയിലായിട്ട് ഇവിടെ റീസെറ്റ് ഡിവൈസ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു DVRൻ്റെ ഒക്കെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗ് ഔട്ട് എന്നുള്ള ബട്ടനെ പ്രസ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ലോഗ് ഔട്ട് ആയി പോകും. പിന്നെ ഏതൊരാൾക്കും അത്യാവശ്യം വേണ്ട സംഗതിയാണ് പ്ലേ ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ ലൈവ് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവ് വ്യൂവിൽ നമ്മൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്ലേ ബാക്കാണ് കാണണമെങ്കിൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ പ്ലേ ബാക്കിൽ പ്രസ് ചെയ്യാം. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറയുടെ പ്ലേ ബാക്കിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ താഴെ കാണുന്ന റെഡാണ്. ഇത് നമ്മളിങ്ങനെ മുമ്പോട്ടേക്ക് പതിയെ ഇങ്ങനെയൊക്കെ വിരൽ കൊണ്ട് ഞെക്കിയിട്ട് തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്ലേ ബാക്ക് എന്ന് വെച്ചാൽ ഒട്ടും ക്ലാരിറ്റി ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ പഴയൊരു ക്യാമറയാണ്. ഏകദേശം ഒരു 6 വർഷത്തിന് വേണ്ടി പഴക്കമുണ്ട് കേട്ടോ. ഒരുപാട് പഴയൊരു ക്യാമറയാണ്. 2 മെഗാപിക്സലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് എടുക്കാം. പകൽ നല്ല തെളിച്ചമുണ്ട്. പകലത്തെ ഒരു വ്യൂ എടുക്കാം. ഇത് കേട്ടോ. ഇപ്പോൾ 7:13 രാവിലെ ഉള്ളൊരു സമയമാണ്. നമുക്കിങ്ങനെ മുമ്പോട്ടേക്ക് സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നതനുസരിച്ച് താഴെ നിങ്ങൾക്ക് ഇവിടെ ടൈം ഇവിടെ എഴുതി കാണിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ 10:11, 10:20. ഇപ്പോൾ 10:10 ഒരു വീഡിയോ നമുക്ക് എടുക്കണമെങ്കിൽ 10:10 കൊണ്ട് വയ്ക്കുക, കൈവിടുക. കണ്ടോ, 10:10 ഇവിടെ നമുക്കൊരു വ്യൂ കാണാം. അപ്പോൾ അത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വ്യൂ കാണാം. കണ്ടോ, ഈ ഒരു വീഡിയോയുടെ പ്ലേ ബാക്ക് എനിക്ക് എടുത്തിട്ട് അത് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴത്തേക്ക് സേവ് ആവും. അത് അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ പ്ലേ ബാക്ക് എടുത്തിട്ട് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് സേവായി. ഇനി നമുക്കതൊരു വീഡിയോ ആയിട്ടാണ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിലേക്കാണ് അത് റെക്കോർഡാകുക കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ഒരു റെഡ് ഐക്കണിൽ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണിൽ തന്നെ സേവ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയാൽ പിക്ചേഴ്സ് ആൻഡ് വീഡിയോസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണിക്കുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസാണ്, അതുപോലെ തന്നെ പിക്ചേഴ്സാണ് ഈ കിടക്കുന്നത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടോ പ്ലേ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മറ്റൊരാളുടെ ഫോണിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലോ മെയിൽ ID ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്യാമറ നമ്മൾ ഹിക് കണക്റ്റ് എന്നുള്ള ആപ്പ് വഴി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ.